ഇന്ന് നമ്മൾ പലരോടും സുവിശേഷം പറയുന്നത് പോലെ ഈ സന്യാസ ജീവിതത്തെ പറ്റിയും അല്ലെങ്കിൽ ആ ഭക്തിമാർഗത്തെ പറ്റിയൊക്കെ ഞാൻ പലരോടും പങ്കുവെക്കുകയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 4-5 പേര് എന്നോട് കൂടെ ധ്യാനിക്കാനൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഞാനും ഈ മുസ്ലിം സഹോദരനും ദൃഢനിശ്ചയമെടുത്തു, അവിടെ പോകാനായിട്ട് തീരുമാനിച്ചു. ഒരു ശനിയാഴ്ച രാവിലെ പെട്ടെന്ന് കേബിൾ കണക്ഷൻ കട്ടായി. കുറേ സമയം സെർച്ച് ചെയ്തപ്പോൾ ഒരു ചാനൽ കിട്ടി, അത് ദൂരദർശനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ് അന്നേരം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഭാഷകൾ യേശുക്രിസ്തുവിനെ പറ്റി അറിയാനുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ അയച്ചു തരാമെന്ന് അവർ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പേന എടുക്കാൻ പോയി. പേന എടുത്ത് വന്നപ്പോഴേക്കും ആ ദയാസാഗർ കഴിഞ്ഞു. പിറ്റേ ശനിയാഴ്ച ഞാൻ പേനയും പേപ്പറും ഒക്കെ എടുത്ത് റെഡിയായി നിന്ന്, പിറ്റേ ശനിയാഴ്ച കേബിൾ കണക്ഷനുണ്ട്, പാട്ടൊക്കെ ഉണ്ട്, സിനിമയെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി ഈ ദയാസാഗർ ദൂരദർശൻ്റെ ചാനൽ വെച്ചു. അപ്പോൾ ദയാസാഗർ എന്ന് പറഞ്ഞാൽ പ്രക്ഷേപണം ആരംഭിച്ചു. എഴുതാനായിട്ട് ഞാൻ 25 പൈസയുടെ കാർഡ് മേടിച്ചു. ഞാൻ എഴുതി തുടങ്ങുമ്പോഴേക്കും എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ കേട്ട ഒരു ശബ്ദം എൻ്റെ ഉള്ളത്തിൽ പൊങ്ങി വന്നു. ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നവരാണ്, അവിടെ മറാഠി ആളാണല്ലോ, മറാഠി പേപ്പറും മറാഠി പുസ്തകങ്ങളും മാത്രമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഈ 2 മലയാളത്തിൻ്റെ പുസ്തകങ്ങൾ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകമായി. അത് വായിച്ചപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം ഞങ്ങൾ പലതും ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പലതും സംസ്കൃത പദങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും മിക്കതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതാര് സ്വീകരിക്കുന്നു, ആരാണ് കൈക്കൊള്ളുന്നത്, ആരാണ് നമ്മെ അനുഗ്രഹിക്കുന്നത് എന്നൊരു വ്യക്തതയില്ലായിരുന്നു. ഊഹാപോഹങ്ങൾ മാത്രമായിട്ടും പലരും പഠിപ്പിച്ചതിൻ്റെയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയും രക്ഷപ്പെട്ടെ എന്ന് ചിന്തിച്ചാണ് ഇതെല്ലാം ചെയ്തു വന്നത്. അതുകൂടാതെ എൻ്റെ ബാല്യപ്രായത്തിൽ എനിക്കൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.